शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो എന്താ പേര്? കൃഷ്ണൻ നമ്പൂതിരി അല്ലേ? പിന്നെ നമ്മൾ നിങ്ങൾ ധാരാളം ഭക്തജനങ്ങൾ നിങ്ങളുടെ ദേശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ വന്നതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും കാല പഴക്കമുള്ളൊരു മഹാക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു കുളമുണ്ടെന്നെല്ലാം പറ്റി വന്നതാണ്. നോക്കുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഇവിടെ നോക്കി ഇവർ ഇവിടെ നോക്കുമ്പോൾ ക്ഷേത്രം കാണുന്നില്ല, അവിടെ ഒരു ചെറിയൊരു ഇത് മാത്രമേ കവാടം മാത്രമേ കാണുന്നുള്ളൂ പറഞ്ഞു. ഇതിൻ്റെ കാലപ്പഴക്കം എത്രയുണ്ടാവും? ത്രേതായത്തിലുള്ള മഹാക്ഷേത്രം ക്ഷേത്രം ശ്രീരാമസ്വാമിയുടെ ഭക്തിലിംഗമായിട്ടുള്ള പ്രതിഷ്ഠ എന്നാണ് സങ്കല്പം അല്ലേ? പിന്നെ എന്തെല്ലാം ഇവിടെ വിഗ്രഹമായിട്ട് എന്തെല്ലാം നമ്മൾ പൂജിക്കുന്നത്? ശിവലിംഗമാണ്. പിന്നെ അകത്ത് വാമഭാഗത്ത് അമ്മയുടെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. പീഠത്തില ഒരേ പീഠത്തില് വാമഭാഗത്ത്. പിന്നെ പിന്നെ തെക്കോട്ട് മുഖായിട്ടുള്ള ദക്ഷിണോന്മുഖനായ മഹാഗണപതിയുണ്ട്. ദക്ഷിണമുഖനായിട്ട്. അതെ, ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ എന്നാണ് ഐതിഹ്യം. അപ്പോൾ ത്രേതായത്തിലാവല്ലോ സ്വാമി. അതെ 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 അതെ, അത്രയും കാലപ്പഴക്കം. വളരെ കാലപ്പഴക്കുണ്ട്. നാഗസാമീപ്യമുണ്ട് ഇവിടെ. അങ്ങനെയല്ല, ഇവിടെ പുറത്ത് നാഗമായിട്ടില്ല. നാഗം പുറത്തൊരു സ്ഥലത്ത്, അത് ഞങ്ങളുടെ ഇപ്പം ക്ഷേത്ര സ്ഥലത്തിലല്ല, അത് പുറത്താണ്. ഇത് പിന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല? ദേവസ്വമല്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ ശാന്തിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരികർമ്മവും ഈ പറഞ്ഞ പോലെ. എത്ര മണിക്കാണ് ഇവിടെ നടക്കാറ്? നാട്ടിൽ ഒരു 6:30 മണിയാവും. അല്ല, അപ്പൊ വരുന്ന കൂട്ടർ ഒരു 6:30 മണിക്ക് ശേഷമാണ്. എത്ര മണി വരെ ഉണ്ടാവും? 8-8:30 വരെ ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും. ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കുറച്ചും കൂടി നേരത്തെ കുറച്ച് സമയം കൂടി നിൽക്കും അല്ലേ? ഒരു ബസ്സിലെല്ലാം വരുന്നുണ്ടെങ്കിൽ അല്ലേ? പിന്നെ അതുപോലെ വൈകിട്ട് എത്ര മണിക്ക് ഉറക്കല്? വൈകുന്നേരം എന്തായാലും ഒരു 6 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു 8-8:30 വരെ എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പം അതാ പറഞ്ഞത്, നിങ്ങൾ നാലമ്പല ദർശനത്തിന് പോകുന്ന സമയത്ത് കാണേണ്ട ക്ഷേത്രമാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് പറയുന്നത് അല്ലേ? പിന്നെ നിങ്ങളെ ഫോൺ നമ്പർ ഇതിൽ പറഞ്ഞോളൂ, അഥവാ ആർക്കും വിളിച്ചാൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ. 98 47 18 44 96. ഇത് എങ്ങനെയാണെന്ന് വരേണ്ടതെന്നും കൂടി പറഞ്ഞു കൊടുത്തേ. അതെ, ഇത് തലശ്ശേരി വരുന്ന കൂട്ടാണെങ്കിൽ തലശ്ശേരിന്ന് പിന്നെ പിണറായി മമ്പറം 5:30 റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ തന്നെ കൃത്യം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം പിണറായി പാർവതി പരമേശ്വര മഹാക്ഷേത്രമാണ്. ഇതിന് ആദിരാമേശ്വരനും കൂടി പേരുണ്ട് അല്ലേ? ആദിരാമേശ്വരം. അതെ, നമുക്ക് ആ പേരിന്റെ ടൈറ്റിൽ കൊടുത്തേക്കാം. ആദിരാമേശ്വരം ഇവിടെ ബോർഡ്. അതെ 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 അതെ. അവിടെ പാർവതി പരമേശ്വരൻ വന്നിട്ട് പരമേശ്വര പാർവതി. നമ്മൾ ഇങ്ങനെ കണ്ണൂരിൽ നിന്ന് വരുന്നതാണെങ്കിലോ? കണ്ണൂരിൽ നിന്ന് വരികയാണ് നിങ്ങൾ കണ്ണൂര് പിന്നെ മമ്പറം പിന്നെ കൂത്തുപറമ്പ് റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ മമ്പറത്ത് ഇറങ്ങി പിണറായിക്ക് വരണം. പിണറായിന്ന് ആരോട് വെച്ചാലും പറഞ്ഞു തരും അല്ലേ? പറഞ്ഞു അല്ലേ? അതെ. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ? പ്രധാന വൈഭവം രുദ്രാഭിഷേകമുണ്ട്, ഉമാമേശ്വര പൂജയുണ്ട്, ശിവപൂജ, മഹാഗണപതി ഹോമം. ഇതിൽ നിങ്ങളിപ്പോൾ തന്ന നമ്പർ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഓൺലൈനിൽ അഥവാ ഗൾഫിൽ നിന്ന് മറ്റുള്ള അയക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെ ചെയ്യാം. ഗൾഫിന്റെ പേരിൽ ഞാനൊരു ഇതുണ്ട്, അക്കൗണ്ട് ഉണ്ട്. അത് നിങ്ങൾ ഇതിൽ നമ്പർ തന്നാൽ മതി കേട്ടോ. അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തെടുത്തെല്ലാം ഇന്ന് വരെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ക്ഷേത്ര പുരോഗതിക്കും ക്ഷേത്ര ഉന്നതിക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ ക്ഷേത്രവും നമ്മൾ ലോക ജനതയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പം ഇവിടെ ഞാൻ ഉള്ളിൽ പോയി കാണിട്ട് എന്നുവെച്ചാൽ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം നമ്മോട്. അപ്പോൾ നിങ്ങൾ കുളിച്ച് വരുമല്ലോ. എന്നാൽ നല്ല നമസ്കാരം. ഒരു കൂടി പേര് പറഞ്ഞോളൂ. കൃഷ്ണൻ നമ്പൂതിരി. വേറെ വിഗ്രഹം വേറെ ഒന്നുമില്ല അല്ലേ? ഈ പറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ശരി. പഴയ അത് കണ്ടു മനസ്സിലായി. ഇത് പിന്നീട് കെട്ടിയാൻ കേട്ടോ അല്ലേ? ഇപ്പൊ ഞാനിവൻ 2009 കുളം ഇങ്ങോട്ട് വരാൻ വഴിയൊന്നുമില്ല. ഇതുവരെ വണ്ടിയൊന്നും വരാൻ കിടങ്ങില്ലേ? ഇതേപോലത്തെ കിടങ്ങ് ഞാൻ ഇതിന്റെ ഒരു അവശിഷ്ടത സൂക്ഷിച്ച ഇതേപോലത്തെ കിടങ്ങ് ഇപ്പൊ കിടങ്ങുള്ള സ്ഥാനത്ത് ആ കിടങ്ങ് ഇങ്ങനെ പിടിച്ചിട്ട് വേണം നിങ്ങൾ വരാൻ ഒരൊറ്റ അരിപ്പ. 2009 ഇത് കെട്ടണം എന്നുള്ളൊരു ഉത്സാഹം ആദ്യമുണ്ട്. പക്ഷെ ഇതിന്റെ വരുംവരായികളൊന്നും എനിക്കറിയില്ല, അതിന്റെ സാമ്പത്തികം ഒന്നും ഉണ്ടായില്ല. അങ്ങനെ മലയാളം പറയുങ്ങൾ കുളം ചെയ്യപ്പ അങ്ങനെ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞത് ചെറിയ കുളം എന്നല്ല, വലിയൊരു എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ ഇതില് അങ്ങനെ തുടങ്ങി 2009 9, 10, 11, 12 പൂർത്തീകരിച്ചു.
അപ്പൊ ഈ അടിയമേ കെട്ടി ഇത് ഒരു ചലിയേ പിന്നെ മുഴുവൻ ക്ലീനാക്കി കെട്ടി അക്കൊല്ലാണ് ഞാൻ കൈലാസം പോയത് 2009. ഭഗവാനെ കാണാൻ നിങ്ങൾക്ക് അതെ അത് വലിയൊരു ഭാഗ്യം, മഹാഭാഗ്യം. ഞാൻ കേദാറിലും ബദരീനാഥിലും എല്ലാം പോയിട്ടുണ്ടല്ലേ? ഗംഗോത്രി, കേദാറിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രളയത്തിന് മുമ്പ് ഇട്ടായിക്കോലെ മുമ്പേ. അത് ഒരു ഭീമാകാരം വലിയ പാറക്കല്ലട വന്നിട്ട് ബാക്കിൽ വന്നിട്ടുണ്ട്. അമ്മ അതൊന്നും നമ്മൾ പറഞ്ഞ ആർക്കും വിശ്വസിക്കണം, പോയി കാണണം അല്ലേ? ഈശ്വരന്റെ ചൈതന്യം എങ്ങനെയാ വെച്ചാൽ നമ്മൾ വാക്കുകൾ കൊണ്ടൊന്നും, ഈ പരമശരി പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല. അതല്ലേ ആനന്ദം, ആനന്ദം പരമാനന്ദം, പിന്നെ സച്ചിദാനന്ദം. അപ്പൊ ഇതൊന്നും എല്ലാം നമുക്ക് വാക്കുകളിലേക്ക് ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് ഇങ്ങനെ മറ്റാളെ വിവരിച്ച് പറഞ്ഞു കൊടുത്താലും അവർക്ക് അതിന്റെ അനുഭൂതി കിട്ടും. അത് സ്വയം അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് പാലിന്റെ രുചി എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? അത് പാല് കുടിച്ചു നോക്കിയില്ലേ? അതെല്ലാം മനസ്സിലാവും. എന്നത് വേണ്ടിയാണ് കുളിക്ക്. അപ്പൊ നമ്മള് ഭഗവാന്റെ ഇതില് പറയുന്നുണ്ടേ, ഈ അഘോര ഭഗവാൻ ഈ ജഡ, അതാണ് ഭഗവാന്റെ ഏറ്റവും ശക്തമായ മന്ത്രവും അത്. അതെ, ഈശാന സർവവിദ്യാനം ഈശ്വര സർവഭൂതാനം ബ്രഹ്മാധിപതി ബ്രാഹ്മണോധിപതി ബ്രഹ്മ ശിവോഹം. ഈ ആചാര്യസ്ഥാനമല്ലേ, നിർവാണാക്ഷരമല്ലേ?
ഏത് നമ്മുടെ ഈ ശില ഇല്ലേ ശിലാലിഖിതം അത് ക്രിസ്തുവർഷം 1000 സംതിങ്ങിലായിട്ടാണ് അത് ഉണ്ട്. നമ്മളെ ഈ ജിയോളജി വകുപ്പ് ഈ കല്ലല്ലേ നമ്മളെ പ്രൊഫസർ ഒരു ഗ്ലാസിൻ്റെ അകത്താക്കി വെക്കണം. അതെ അതില് ബേറി ഉണ്ടായിരുന്നു ഏതോ കാലത്ത് ഇതൊക്കെ ധാരാളം ഇത് ഈ കല്ലിനെ പറ്റിയിട്ടാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞത്. ശില അതെ അത്രയും കാലഘട്ടം പഴക്കമുള്ള ഒരു കല്ലാണ് കേട്ടോ. ഈ ദേശക്ഷേത്രത്തെ രാജാക്കന്മാരെ ഭരിക്കുക. അതൊരു പ്രമാണി തറവാട്ട് ക്ഷേത്രമല്ലോ. രാജാക്കന്മാരുടെ ഭരണം പോയി അങ്ങനെ പിന്നെ പല ആളും അന്യാധീനപ്പെട്ടു. ഭൂമികളൊക്കെ അന്യാധീനപ്പെട്ടു. ഭൂമി ഉള്ളിൽ പോയി അല്ലേ.